കാനായിലെ കല്യാണ വിരുന്നിൽ വെള്ളം വീഞ്ഞാക്കാനായിട്ട് മറിയോട് പറഞ്ഞപ്പോഴത്തേക്ക് മറിയ എന്ന് പറഞ്ഞു. അപ്പോൾ യേശു എന്താ പറഞ്ഞത്? എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല, ഇത്രയേ പറഞ്ഞുള്ളൂ. ബാക്കി യേശു അപ്പോസ്തലന്മാരോട് ചോദിച്ചു, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? ഈ യേശുവാണ് ക്രിസ്തു എന്ന്. ക്രിസ്തു എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവ് എന്നാണ് കേട്ടോ, അത് വെളിപ്പാടാണ്. പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അതാണ് ക്രിസ്തു എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയല്ലേ ക്രിസ്തുവിൻ്റെ മുദ്ര. ഓക്കെ, അപ്പോൾ ഈ യേശു തന്നെയാണ് പരിശുദ്ധാത്മാവ് എന്നതാണ് അവിടെ പറഞ്ഞത്. അതാണ് മിണ്ടരുത്, ആരോടും പറയരുത് എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അവിടെ ദൈവം വെളിപ്പെടുത്തി കൊടുത്തതാണ്. ഈ വെളിപ്പാടിന്മേലാണ് സഭ പണിയുന്നത്, പരിശുദ്ധാത്മാവിനാൽ, ക്രിസ്തുവിൽ. അതുപോലെ മറിയോട് എൻ്റെ നാഴിക വന്നിട്ടില്ലെന്ന് പറഞ്ഞപ്പം മറിയയുടെ ഉള്ളിൽ ബാക്കി വചനങ്ങൾ വന്നു. അപ്പോസ്തലപ്രവൃത്തി 5:10, യോഹന്നാൻ സുവിശേഷം 5:19, 30 വായിച്ചു നോക്കുക. പിതാവ് ചെയ്തു കാണുന്നതല്ലാതെ പുത്രൻ സ്വതവേ ഒന്നും ചെയ്യുന്നില്ല, ഒന്നും പറയുന്നുമില്ല. പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാനാണ് വന്നത്. ഇതെല്ലാം മറിയയുടെ ഉള്ളിൽ ആദ്യമേ ഉണ്ടായിരുന്ന വചനമാണ്. മറിയയ്ക്ക് മനസ്സിലായപ്പോൾ മറിയ ഒരു കാര്യം പറഞ്ഞു. അതിന്ന് മറിയയുടെ പിന്നാലെ പോകുന്ന ഒരു വ്യക്തികളും കേൾക്കുന്നില്ല. വിശുദ്ധ മറിയ അവിടെ വിശുദ്ധ തന്നെയാണ് കേട്ടോ, പരിശുദ്ധ മറിയല്ല, പരിശുദ്ധ. ദൈവം മാത്രം പരിശുദ്ധൻ. കർത്താവേ നീ മാത്രം പരിശുദ്ധൻ, ദൈവം മാത്രം പരിശുദ്ധൻ. ഒരു മനുഷ്യനെ പരിശുദ്ധാക്കി വെച്ചിരിക്കുന്നു. പിശാചാണ്, എതിർ ക്രിസ്തുവാണ്. ഓക്കെ, അതല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം മറിയ അവിടെ പറഞ്ഞു, അവൻ വല്ലതും പറഞ്ഞാൽ, നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ അത് ചെയ്യുവൻ. ഈ മറിയയുടെ പിന്നാലെ പോകുന്ന ഒരു വ്യക്തിയും മറിയ അനുസരിക്കുന്നില്ല. യേശുവിൻ്റെ പിന്നാലെ പോകുന്നവർ യേശുവിനെ അനുസരിക്കുന്നു എന്നാണ് മുഴു ലോകസഭകൾ. പക്ഷേ യേശുവിനെ അനുസരിക്കണം അപ്പോസ്തലൻ പറഞ്ഞ് കേൾക്കണമായിരുന്നു. അപ്പോസ്തലൻ അന്ന് പറഞ്ഞപ്പം യഹോവയുടെ ഇഷ്ടം, ആവർത്തന പുസ്തകം 18:19 യഹോവയുടെ ഇഷ്ടം മോശയോട് പറഞ്ഞു, നിന്നെപ്പോലെ ഒരു പ്രവാചകനെ ഞാൻ അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിക്കും. അവൻ്റെ നാവിൽ ഞാൻ എൻ്റെ വചനങ്ങളെ ആക്കി അവരോട് കൽപ്പിക്കുന്ന എൻ്റെ വചനം. യഹോവ പറയാണ് എൻ്റെ വചനം. ഈ യേശു പറഞ്ഞു, ഞാനല്ല സംസാരിക്കുന്നത്, യഹോവയാണ്, പിതാവാണ്. അന്നാളിൽ ഞാൻ എൻ്റെ വചനം അവൻ്റെ നാവിന്മേലാക്കി ഞാൻ അവരോട് കൽപ്പിക്കുന്ന എൻ്റെ വചനം ആരെങ്കിലും കേൾക്കാതിരുന്നാൽ ഞാൻ അവനെ ഛേദിച്ച് കളയും. അപ്പോസ്തലപ്രവൃത്തി 3:22-21 വായിച്ചു നോക്കുക. അപ്പോൾ കൊന്നുകളയുമെന്ന് പറഞ്ഞപ്പോൾ മശിക വന്നാൽ മശിക പറയുന്നത് കേൾക്കണമെന്ന് യഹോവ പറഞ്ഞിരുന്നതിനെ വിശ്വസിച്ച് പഠിച്ച് ധ്യാനിച്ചിരുന്നവരുടെ മുമ്പിൽ യേശു എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് നിന്നെ വേണ്ട, ഞങ്ങൾക്ക് മോശ പറഞ്ഞത് മതി, പ്രവാചകൻ പറഞ്ഞത് മതി. അന്ന് അവരെല്ലാം മരിച്ചുപോയി എന്ന് നമുക്ക് ഇന്ന് മനസ്സിലായി. എന്നാൽ യേശു പോകാൻ സമയത്ത് പറഞ്ഞു, എനിക്ക് ഇനി യോഹന്നാൻ 16:12 മുതൽ വായിക്കുക, എനിക്കിനി അനേകം കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്നുണ്ട്, നിങ്ങൾക്ക് ഇപ്പോൾ ഗ്രഹിക്കില്ല. ഞാൻ പോയ ശേഷം സത്യത്തിൻ്റെ ആത്മാവ് വരും, അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ എനിക്കുള്ളതിൽ നിന്നെടുത്ത് അറിയിച്ചു തരും, ഞാൻ പറഞ്ഞതിനെ ഓർമ്മപ്പെടുത്തി ഉപദേശിക്കും. അതുകൊണ്ട് നിങ്ങൾ അവനെ കേൾക്കുന്നവൻ എന്നെ കേൾക്കുന്നു, അവനെ തള്ളുന്നു. അപ്പോസ്തലന്മാരിലൂടെ പറയുന്ന പരിശുദ്ധാത്മാവിനെ, അല്ലെങ്കിൽ അപ്പോസ്തലന്മാരെ തള്ളുന്നവൻ യേശുവിനെ തള്ളുന്നു, ദൈവത്തെ തള്ളുന്നു എന്ന് പറഞ്ഞിരിക്കെ, അന്ന് യേശുവിൻ്റെ കാലത്തുള്ളവർ യേശുവിനെ തള്ളിയപ്പം ദൈവത്തെ ഒന്നും തള്ളിയില്ല, ഞങ്ങൾക്കൊരു ദൈവം ഉണ്ടെന്ന് പറഞ്ഞു. യേശു പറഞ്ഞു, ഞാൻ തന്നെ അവൻ എന്ന് പറഞ്ഞു. അവർക്ക് മനസ്സിലായില്ല. എന്തുകൊണ്ടാണ്? യേശു ജഡശരീരത്തിലാണ് വന്നത്, ആത്മാവ് ദൈവമാണ് അകത്തിരുന്നത്. ഇമ്മാനുവേൽ ജഡത്തെ നോക്കിക്കൊണ്ട് തള്ളിയതുപോലെ ഇന്ന് പത്രോസിന്റെ ഉള്ളിൽ എവര് പ്രിയം വെച്ചിരിക്കുന്ന, ലോകം പ്രിയം വെച്ചിരിക്കുന്ന ഇതേ യേശുക്രിസ്തു തന്നെയാണ് ആത്മാവായി വന്നത്. ശരീരമായിട്ട് മുകളിൽ പോയിട്ട് ആത്മാവായിട്ട് വന്നിരിക്കുന്നു. പത്രോസ് എന്ന ശരീരം നോക്കിക്കൊണ്ട് പറയുന്ന അകത്തിരുന്ന ആളിനെ തിരിച്ചറിയാതെ പറയണം, ഞങ്ങൾക്ക് പത്രോസ് പറഞ്ഞത് വേണ്ട, യേശു പറഞ്ഞത് മതി. യേശു പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു? ഞങ്ങൾക്ക് യേശു പറഞ്ഞത് വേണ്ട, ഞങ്ങൾക്ക് മോശ പറഞ്ഞത് മതി. മോശയും പ്രവാചകന്മാരും പറഞ്ഞപ്പം കേൾക്കാത്തവന്മാരുടെ ചെറുമക്കളാണ് യേശുവിൻ്റെ കാലത്തുള്ളത്. യേശു പറഞ്ഞപ്പം കേൾക്കാത്തവന്മാരുടെ ചെറുമക്കളാണ് ഇന്നത്തെ ഈ സഭകളിലിരിക്കുന്നവർ. ഞാൻ പറഞ്ഞു, അപ്പോസ്തലൻ പറഞ്ഞത് വേണ്ട, യേശു പറഞ്ഞു. നമുക്ക് ജഡശരീരത്തെ നോക്കിക്കൊണ്ട് അകത്തിരിക്കുന്ന ആത്മാവിൻ്റെ പ്രവൃത്തിയും സംസാരത്തെയും ഏതെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിൽ ഇയാണ് പിശാച് എല്ലാവരും മന്ദമാക്കി വെച്ചിരിക്കുന്നത്. അതിനിടയിൽ നിന്ന് ദൈവം നമുക്ക് ഈ കൃപ നൽകിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ പെർഗമ സഭയുടെ കാലത്ത് പിശാച് തെറ്റിച്ച് കളഞ്ഞ ഈ കത്തോലിക്ക സഭയുടെ സിദ്ധാന്തങ്ങളെ വിശ്വസിച്ച് നിന്ന ആ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് മാർട്ടിൻ എന്നൊരു വ്യക്തിയെ ദൈവം തിരഞ്ഞെടുത്തു. ആ മാർട്ടിൻ എന്ന വ്യക്തിയെ തിരഞ്ഞെടുത്തിട്ട് ആ ക്രിസ്തുവിന് ജന്മാവകാശം വിൽക്കേണ്ടതിന് പകരം സംഘടനകൾക്കും സഭകൾക്കും പുരോഹിതന്മാർക്കും, ഇന്നത്തെ സഭകളെ പോലെ ക്രിസ്തുവിനാണ് വിറ്റിരുന്നെങ്കിൽ ക്രിസ്തുവിൻ്റെ വചനത്തിനോട് നിൽക്കുമോ? യേശുക്രിസ്തു നാമം നിഷേധിക്കാൻ പറ്റില്ല അവർക്ക് വ്യക്തികൾ. ക്രിസ്തുവിന് തങ്ങളെ തന്നെ വിറ്റ ഒരു വ്യക്തികൾക്കും യേശുക്രിസ്തു നാമത്തെ എന്തിനും നിഷേധിക്കാൻ പറ്റില്ല. വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും കർത്താവ് യേശുക്രിസ്തു നാമം ചെയ്യും. നോക്കൂ, അവരവരുടെ ജന്മാവകാശം വിറ്റ് കളഞ്ഞിരിക്കുകയാണ്. ഇതാണ് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത്, നീ നിന്റെ കണ്ണിൽ ആത്മക്കണ്ണിൽ എഴുതുവാൻ ലേപനം എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ. ഇന്ന് പരിശുദ്ധാത്മ 7ാമത്തെ ലവോദിക കാലത്താണ് പറയുന്നത്, ഞങ്ങൾ നിൽക്കുന്ന കാലത്ത് ഞങ്ങൾ നിങ്ങളോട് അറിയിക്കണം, ഇന്ന് നിങ്ങൾ വില കൊടുക്കണം, നിങ്ങൾ നിങ്ങളെ തന്നെ ക്രിസ്തുവിന് വിൽക്കണം. ഇന്ന് നിങ്ങൾ വിറ്റിരിക്കുന്നത് സംഘടനാ സഭയ്ക്കും പിശാചിനും പുരോഹിതനുമാണ്. അല്ല, ദൈവത്തിന്റെ വചനത്തിന് ക്രിസ്തുവിനാണെങ്കിൽ നിങ്ങൾ ഈ കർത്താവ് യേശുക്രിസ്തു നാമം നിഷേധിക്കില്ല.